ഹലോ മക്കളെ, ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ +1 ഫിസിക്സിൻ്റെ ക്രിസ്മസ് എക്സാം ചാപ്റ്റർ വെയിറ്റേജ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ +1 മാത്സിൻ്റെ വെയിറ്റേജും പറഞ്ഞുതരും. മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എങ്ങനെ പഠിച്ചാൽ ഫിസിക്സും അതുപോലെ മാത്സും നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കാന്നുള്ള കാര്യം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും കൃത്യമായുള്ള സ്റ്റഡി പ്ലാൻ വിത്ത് എക്സാമിനറിൻ്റെ ലൈവുകൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫിസിക്സിൻ്റെ സ്റ്റഡി പ്ലാൻ നമുക്ക് ആദ്യം നോക്കാം. അതായത് വെയിറ്റേജ് ആദ്യം നോക്കാം. ഇവിടെ വെയിറ്റേജിൽ നോക്കിയാൽ വളരെ സിമ്പിളാണ്. ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ചാപ്റ്റർ ഏതൊക്കെയാണ്? 1 മോഷൻ പ്ലെയിൻ ആണ്, 2 ലോസ് ഓഫ് മോഷൻ ആണ്, 3 ഫ്ലൂയിഡ്സ് ആണ്. ഈ 3 ചാപ്റ്റേഴ്സിന് മാത്രമായിട്ട് എത്ര മാർക്കിനാണ് വന്നിരിക്കുന്നത്? 32 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതായത് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 14, 14, 28%. പിന്നെ എത്രയാണ് വരുന്നത്? പിന്നെ ഒരു 31% ജസ്റ്റ് 3 ചാപ്റ്റർ എന്നാണ് വന്നിരിക്കുന്നത്. ഹൈ വെയിറ്റേജ് ചാപ്റ്റർ ആണ്. ഒരു കാരണവശാലും നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ പ്രയോറിറ്റി തൊട്ട് താഴെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ മഞ്ഞ കളറിൽ നിങ്ങൾ കാണുന്നത്, വിച്ച് ഇസ് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ, സ്ട്രേറ്റ് ലൈൻ, റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ. അതും കഴിഞ്ഞ് ഏറ്റവും ലീസ്റ്റ് വെയിറ്റേജിന് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് വർക്ക് എനർജി, പവർ, സോളിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്. ഇത് ഞാൻ ക്രിസ്മസ് എക്സാമിന് എംഫസൈസ് ചെയ്ത് പറയാൻ കാരണം ഈ തെർമോഡൈനാമിക്സ് പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്കും അതൊരു മീഡിയം വെയിറ്റേജ് ചാപ്റ്ററായി മാറും. പക്ഷേ ക്രിസ്മസ് എക്സാമിന് ആസ് ഓഫ് നോ ഈ ചാപ്റ്റേഴ്സിന്റെ ഈ ഒരു വെയിറ്റേജിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ പഠിക്കുമ്പോഴും ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ചാപ്റ്റർ അവോയ്ഡ് ചെയ്യാൻ പാടില്ല, തൊട്ടടുത്തുള്ള ചാപ്റ്റേഴ്സും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഈ മറ്റുള്ള ചാപ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് പ്രയോറിറ്റി കുറച്ച് കൊടുക്കാവുന്നതാണ്. മാത്സിൽ നമ്മൾ ഈ സെയിം കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി കൂടിയുള്ള ചാപ്റ്ററാണ് ഈ മഞ്ഞ കളറിലെ ചാപ്റ്റേഴ്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് പഠിക്കാതിരിക്കാൻ പറ്റില്ല. 13 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമിൽ ചോദിച്ചത്. ഓക്കെ, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, സീക്വൻസസ് ആൻഡ് സീരീസ്, സ്ട്രേറ്റ് ലൈൻസ് ഒക്കെ ഈസി ചാപ്റ്റേഴ്സ് ആണ്. എന്തായാലും പഠിക്കണം, കാരണം വെയിറ്റേജും കൂടുതലാണ്. പിന്നെ കോണിക് സെക്ഷൻസ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ നിങ്ങൾ കോണിക് സെക്ഷൻ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പറ്റുന്ന അത്രയും പഠിക്കാൻ നോക്കുക. കാരണം 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിൽ നിങ്ങൾ ഒന്നും പഠിക്കാതെ പോയാൽ 10 മാർക്ക് അടിച്ചു പോകുന്ന ആലോചിച്ച് നോക്ക്. ഭയങ്കര ഒരു സങ്കടകരമായുള്ള കാര്യമായിരിക്കും. തൊട്ട് താഴെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ഒരു പക്ഷേ. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ്. പിന്നീടുള്ള ചാപ്റ്റേഴ്സ് 4, 4, 4, 4 എന്ന് വരുന്ന ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനെ വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റർ എന്നാലും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സിമ്പിൾ ആയുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ലീനിയർ ഇൻഇക്വാലിറ്റീസിൽ പല കാര്യങ്ങളും സിമ്പിളാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക, അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഈ ഒരു ചാപ്റ്ററിലെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾ ഓവർ ചേസ് ചെയ്ത് സമയം കളയണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചാപ്റ്റർ വൈസ് ഒരു സ്പ്രെഡ്. ഇനി നമുക്ക് ഈ 2 സബ്ജക്റ്റിനും പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ രണ്ടിനും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മാത്സ് എക്സാം ആണ് ഫസ്റ്റ് വരുന്നെങ്കിലും നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്സിനും ഫിസിക്സിനും നമുക്ക് നല്ല പ്രയോറിറ്റി കൊടുത്ത് 2 എക്സാമും ഭംഗിയാക്കാൻ പറ്റും. അതിന് സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ഡേ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം ഇന്ന് തന്നെ വെനസ്ഡേ നമ്മൾ ഫിസിക്സ് പഠിക്കുന്നു. ഫിസിക്സിലെ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അത് ടേം 1 ചാപ്റ്റേഴ്സ് ആണ് എല്ലാം. ഇത് നമ്മൾ ഇന്ന് തന്നെ പഠിച്ചങ്ങോട്ട് തീർക്കുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ചാനലിൽ വരുന്നു. നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുന്നു. ടേം 1 ചാപ്റ്റേഴ്സ് ആണെങ്കിലും 41 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ഭാഗത്ത് മാത്രം ചോദ്യങ്ങൾ വന്നത്. ഓരോ ചാപ്റ്ററിന് ഞാൻ വെയിറ്റേജ് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്, പക്ഷെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി എന്താണ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഓണം എക്സാമിന് കുറച്ചെങ്കിലും പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വരുന്നു. 6 hour ലൈവ് ആയിരിക്കും ഉണ്ടാവുക. ഈ ചാപ്റ്റേഴ്സ് 5 എണ്ണം നമ്മൾ ഫിസിക്സ് സെറ്റ് ആക്കുന്നു. ഇനി നാളെയും ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മണ്ടത്തരയായിപ്പോൾ. ഇന്നാണ് നമുക്ക് ഫിസിക്സ് പഠിക്കാനുള്ള ഒരു ദിവസം ഉള്ളത്. നാളെ മുതൽ നമ്മൾ വീണ്ടും മാത്സിന്റെ കാര്യങ്ങൾ പഠിക്കുന്നു. ഈ ഡേ 2 എന്ന് പറഞ്ഞാൽ ഫിസിക്സിന്റെ ഡേ 2 ആണ്. അപ്പൊ നാളെ മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് December 18th തേഴ്സ്ഡേ രാവിലെ 11 AM നമ്മൾ വരുന്നു. ഫിസിക്സിനെ മറക്കുന്നു. 5 ചാപ്റ്റർ പഠിച്ച് രാത്രി ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സ് നമ്മൾ തൽക്കാലത്തേക്ക് മറക്കുന്നു. മാത്സ് രാവിലെ 11 മണിക്ക് പഠിക്കാതിരിക്കുന്നു. 7 മണിക്കൂർ ലൈവ് ആയിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ആയിരിക്കും. അതിൽ തന്നെ റിവിഷൻ എടുക്കുമ്പോൾ ആ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? അലൻ സാറിന്റെ കൂടെയുള്ള മാത്സിന്റെ നമ്മുടെ പവർഫുൾ ടീച്ചേഴ്സ് അവരെന്ത് ചെയ്തോളും? ആ വെയിറ്റേജിനനുസരിച്ച് ചാപ്റ്ററിന് കൂടുതൽ സമയം കൊടുക്കേണ്ട ചാപ്റ്ററിന് കൂടുതൽ സമയം, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ചാപ്റ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തോളും. അപ്പൊ നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ. അനാവശ്യമായിട്ട് സമയം വേസ്റ്റ് ചെയ്യില്ല നിങ്ങളുടെ. ഓക്കെ, അങ്ങനെ മാത്സിന്റെ ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നു, പഠിച്ചെടുക്കുന്നു പഠിക്കേണ്ടവരാണെങ്കിൽ. എന്നിട്ട് അടുത്ത ദിവസം വരുന്നു. വൈകുന്നേരം 7 മണിക്ക് ലൈവ് ഉണ്ടാവുള്ളൂ. 50 ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത്. മാത്സിന് അത്രയും മതി. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അതൊക്കെ കുത്തിയിരുന്ന് എന്ത് ചെയ്യുക? അന്ന് രാത്രിയും അടുത്ത ദിവസം രാവിലെയൊക്കെ ആയിട്ട് റിവൈസ് ചെയ്യാൻ അടുത്ത ദിവസം രാവിലെ ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് ബാക്കിയുണ്ട്. അപ്പൊ ഈ 2 ദിവസങ്ങൾ നിങ്ങൾ ഫിസിക്സിനെ പറ്റി ചിന്തിക്കാൻ പാടില്ല.
പക്ഷേ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫിസിക്സിൽ 41 മാർക്ക് നമ്മൾ ഉറപ്പാക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മാത്സ് പോകാൻ പോകുന്നത്, മാത്സ് പരീക്ഷ എഴുതാനും പോകുന്നത്. എന്നിട്ട് നിങ്ങൾ വരുന്നു, നിങ്ങൾ മാത്സ് പരീക്ഷ കഴിഞ്ഞ് വന്ന അന്ന് വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇരിപ്പും കൂടി ഇരിക്കുന്നു. Day 2 ഓഫ് ഫിസിക്സ് ആയിരിക്കും December 20th സാറ്റർഡേ. നിങ്ങൾ മാത്സ് പരീക്ഷ കഴിഞ്ഞ് വന്ന പാടെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് 6 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, ടേം 2 ചാപ്റ്റേഴ്സ്. പക്ഷെ സർപ്രൈസിംഗ്ലി ഈ 6 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റ് നോക്കിയാൽ മറ്റേ 5 ചാപ്റ്ററിനാണ് കുറവാണ്, 37 മാർക്കിനായിരിക്കും വരിക. പക്ഷേ എങ്കിലും ഇതിൽ ചില ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഫ്ലൂയിഡ്സ് പോലത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കണം. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ഫിസിക്സിന്റെ തീർത്തു. ഫിസിക്സിന്റെ അടുത്ത ദിവസം നമ്മൾ വരുന്നു വൈകുന്നേരം 7 മണിക്ക് 50 ഷുവർ ക്വസ്റ്റ്യൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട പ്രോബ്ലംസും ന്യൂമറിക്കൽസും അല്ലാത്ത ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നു. പരീക്ഷ ഹാളിലേക്ക് അടിച്ച് പൊളിച്ചു പോകുന്നു. ഏതാണ്ട് ഇതുപോലത്തെ ഒരു 3 days, ഏതാണ്ടല്ല എക്സാക്ട്ലി ഇതുപോലത്തെ ഒരു 3 day പ്ലാൻ വെച്ചിട്ടാണ് നമ്മുടെ +2 സീനിയേഴ്സ് പോയത്. പരീക്ഷ ടഫായിട്ടാണ് പലർക്കും വന്നത്. പക്ഷേ എക്സാമിനറിന്റെ പ്ലാൻ ഫോളോ ചെയ്തവർക്ക്, എക്സാമിനറിന്റെ ക്ലാസ്സുകൾ ഇതേ Day 1, Day 2, Day 3 സ്റ്റൈലിൽ ഫോളോ ചെയ്തവർക്ക് പരീക്ഷ വേറെ ലെവലിൽ ഈസി ആയിരുന്നു. കാരണം നിങ്ങൾ ഈ പ്രൂഫ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഓൾറെഡി കുറെ പേര് കണ്ടിട്ടുണ്ട്. അതെടുത്ത് നോക്കിയാൽ ഓരോരോ ചോദ്യങ്ങളും എക്സാമിനറിന് ആ 3 ദിവസത്തെ ക്ലാസ്സിൽ നിന്നാണ് വന്നതെന്ന് വിത്ത് പ്രൂഫ്, വിത്ത് സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പറയുന്നതിൽ ഒരു വിശ്വാസം, നിങ്ങൾക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ ഈ വീഡിയോ +2 ചാനലിൽ ഇന്നലെ പോയിട്ടുണ്ട്, പോയി കാണാം. വെറുതെ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേ സെയിം പ്ലാൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ആകുള്ളത് ഇവിടെ Day 1ഉം Day 3ഉം തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് വിട്ടിട്ടാണെന്നുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ. അത്രയും ബുദ്ധിപരമായിട്ടാണ് പ്ലാൻ ചെയ്തത്. അല്ലാണ്ട് ഫിസിക്സ് പോയി ഒരു ദിവസത്തിൽ 10 മണിക്കൂർ 12 മണിക്കൂർ ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റും. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാൽ കാര്യമില്ല. കാരണം തലമണ്ടയിൽ എല്ലാം ഉണ്ടാവേണ്ടേ, ഓർമ്മ വേണ്ടേ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഇതാണ് ഇനി നിങ്ങൾക്ക് ഉള്ള ദിവസങ്ങൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻ. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണ് തീർച്ചയായിട്ടും സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ ഫയർ ഇമോജി എന്തെങ്കിലുമൊക്കെ ഇടുക നമ്മുടെ കമന്റ് ബോക്സിൽ. മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ക്രാഷ് ബാച്ച് വി ആർ സ്റ്റാർട്ടിങ് ഓൺ December 26th ആഫ്റ്റർ യുവർ എക്സാം. പബ്ലിക് എക്സാമിന് ഈ 3-4 ദിവസം വെച്ചുള്ള പരിപാടി ഒന്നും പോരുതേ. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ലെവലും എന്തായാലും അവർ അപ്പ് ചെയ്യും. +2ലൊക്കെ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. +1ൽ അവർ ലെവൽ എന്താണ് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ തട്ടിക്കൂട്ട് പ്ലാനൊന്നും അവിടെ നടക്കില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. എക്സാമിനറിന്റെ കൂടെ പഠിക്കണമെങ്കിൽ, ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സ് സൂപ്പറായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുക. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. +2 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ക്രാഷ് ബാച്ച് ഫ്രീ ആണ്. അപ്പോൾ +2 ബാച്ചിലേക്ക് എക്സാമിനറോട് പഠിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുക. +2 ബാച്ച് നിങ്ങൾക്ക് കിട്ടും ആ സമയത്ത്. മാത്രമല്ല +1 ക്രാഷ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യാം, സൂപ്പറായിട്ട് മാർക്ക് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓഫറും കൂടി +1 സ്റ്റുഡൻസിന് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഇപ്പോഴും നമ്മുടെ എയിം എന്താണ്? നമുക്ക് ഈ ക്രിസ്മസ് എക്സാം മാത്സും ഫിസിക്സും തകർക്കണം. അതിന് ഈ പ്ലാൻ ഫോളോ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും 90% മുകളിൽ കിട്ടിയിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് ലൈവിൽ കാണാം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓടി വന്നോ.